ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഫിറ്റ് ചെയ്യാനും നമുക്ക് ഊരി മാറ്റാനും എളുപ്പമാണ്. ഹായ്, നമ്മുടെ ക്യാമ്പർ വാൻ്റെ വർക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാമ്പർ വാൻ്റെ ബേസിക് സ്ട്രക്ചർ നമ്മൾ റെഡിയാക്കി അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ നമുക്ക് എഡ്ജ് ബാൻഡ് ഒട്ടിക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പെയിൻ്റ് അടിച്ച് കളഞ്ഞാൽ മതി. പക്ഷേ നമ്മളിത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്ലൈവുഡാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ മഴയോ നനയോ അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മളിത് വണ്ടിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈ കൊണ്ട് പോറാനോ കൈ മുറിയാനോ അല്ലെങ്കിൽ ആര് കയറാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും നിങ്ങളിപ്പോൾ ഒരു ക്യാമ്പർ വാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പ്ലൈവുഡ് അടിച്ചിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രൈമർ അടിച്ച് കളഞ്ഞാലും മതി. അപ്പോൾ നമ്മുടെ ബേസിക് സ്ട്രക്ചർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡാണ്. ബെഡിന് നമ്മൾ ഈ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ബെഡ് പണിയണേ. മെമ്മറി ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1 ഇഞ്ചിൻ്റെ മെമ്മറി ഫോമും 1 ഇഞ്ചിൻ്റെ ഫോമാണ് ഉപയോഗിക്കുന്നത്. 2 ഇഞ്ച് തിക്നെസ്സിലാണ് നമ്മൾ ബെഡ് ചെയ്യാൻ പോണത്. ഈ മെമ്മറി ഫോം നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി ഫോം വെച്ചാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര നാൾ എന്ത് ഇതിൻ്റെ മീതെ വെച്ചിട്ട് നമ്മൾ പ്രസ്സാക്കിയാലും ഇത് റിവേഴ്സ് വന്നിട്ട് ക്ലിയർ ആയിട്ട് ഇരുന്നോളും. നമ്മൾ സാധാ സ്പോഞ്ച് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ പതിഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ മെമ്മറി ഫോമിൻ്റെ ബെഡ് തന്നെ ഉപയോഗിക്കാനുള്ള കാരണം. അപ്പോൾ ബെഡ് നമ്മൾ പണിയാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബെഡിനെ കുറിച്ചിട്ട് വരുന്ന വീഡിയോയിൽ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്ത് എങ്ങനെയാണ് ബെഡ് ഇടാൻ പോകണമെന്നൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പ്രൈവസിയാണ്. പ്രൈവസി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻഡോസിൻ്റെ ബ്ലൈൻഡ്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കർട്ടൻ ഇടാനാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് പിന്നെ നമ്മളത് മാറ്റാനുള്ള കാരണം എന്താ വെച്ചാൽ കർട്ടൻ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടം വരെ ഒരു ചരട് അടിച്ചിട്ട് ഈ ചരടയിലാണ് നമുക്ക് കർട്ടൻ കോർത്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തത്. കാരണം ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഫിറ്റ് ചെയ്യാനും നമുക്ക് ഊരി മാറ്റാനും എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്കർ ഉപയോഗിച്ചിട്ടാണ് ഫിറ്റ് ചെയ്യണത്. ഇത് ഫിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അധികം സമയമൊന്നും വേണ്ട, നിസ്സാര സമയം കൊണ്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇതെങ്ങനെ ഒട്ടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ ഭാഗത്ത് ഇതാണ് കണ്ടോ, ഇത് കറക്റ്റായിട്ട് ചേർന്നിരിക്കുകയും ചെയ്യും. കറക്റ്റ് നമുക്ക് പുറത്തുനിന്നൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മളിത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ സക്കർ പതിപ്പിച്ച് കൊടുത്താൽ മതി. ഈ ഭാഗത്ത് റെഡിയായി. നമ്മുടെ ബാക്കിലത്തെ ഞാൻ 2 പീസായിട്ടാണ് ചെയ്തത്. കാരണം ബാക്കിലത്തെ വിൻഡോയ്ക്ക് ഭയങ്കര നീട്ടായതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ വയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ 2 പീസായിട്ടാണ് ചെയ്തേക്കണേ. അത് നമ്മൾ ഫിറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ എളുപ്പം. ഇനിയിപ്പോൾ ഇതുമ്പോൾ നമ്പറൊക്കെ ഒന്ന് ഇട്ട് വയ്ക്കണം. കാരണം നമുക്ക് എളുപ്പത്തിൽ നോക്കിയിട്ട് ഫിറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന്. ഈ ഒരു സീറ്റ് നമ്മൾ അപ്പോൾസറി വർക്കിന് കൊടുത്തേക്കാണ്. കാരണം സീറ്റ് കുറച്ച് എന്താ പറയുക ഇതിൻ്റെ സ്പോഞ്ചൊക്കെ പോയിട്ട് നമുക്ക് ഇരിക്കാൻ ഇച്ചിരി സുഖക്കുറവുണ്ട്. അപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കംഫർട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീറ്റിൻ്റെ വർക്കിന് കൊടുത്തേക്കണേ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഈ ഒരു പീസും കൂടി നമ്മളിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം നമുക്ക് അപ്പോൾ അങ്ങനെ എല്ലാ ഗ്ലാസും നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലെ നമ്മൾ ബ്ലൈൻഡ്സ് ആയിട്ട് ചെയ്തത്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുത്താണ്. ഇതെങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഫ്രണ്ടിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഡോറിനും വേണ്ടിയിട്ട് 2 ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ഭാഗം നമ്മൾ ഒരു കർട്ടൻ കൊടുക്കാനും ഉദ്ദേശിച്ചാണ്. കാരണം ഡ്രൈവർ ക്യാബിനും ബാക്കിലെ ക്യാബിനും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഇത് അഴിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സക്കർ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യാം. എളുപ്പത്തിൽ നമുക്ക് റിമൂവും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഫിറ്റ് ചെയ്യാനും നമുക്ക് എളുപ്പമാണ്. പോളിഫോം ഉപയോഗിച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചൂടെടുക്കാനുള്ള സാധ്യതയും കുറവാണ്. ഇനിയിപ്പോൾ നമുക്കൊരു ചെറിയൊരു വെന്റിലേറ്റർ ഫാനും നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയായാലും ഇത്ര നമുക്ക് ചെയ്യാൻ പറ്റിയ സ്ഥിതിക്ക് നമുക്ക് എന്തൊക്കെയായാലും അതും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് എനിക്ക് മനസ്സിലായത് നമുക്ക് ഫിറ്റ് ചെയ്യാനും ഊരിയെടുക്കാനും എളുപ്പമാണ്. നമുക്കിത് സ്വസ്ഥമായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പോരായ്മകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സക്കർ ചിലപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് ഊരി പോരാൻ സാധ്യതയുണ്ടാവും.
ചിലപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഊരി പോന്നിട്ടില്ല. എന്നാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഹൈവേ എന്നൊക്കെ മേടിക്കണ ഈ ഷെയ്ഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ഊരി പോരാൻ സാധ്യതയുണ്ട്. ഇത് കുറച്ച് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്, ഊരി പോരില്ല എന്ന് വിചാരിക്കാം. പിന്നെ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ചൂടുണ്ടാവാൻ സാധ്യതയുണ്ട്. പോളിഫോം ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ വണ്ടിയിലുള്ള ചൂടിനെ ഇത് പുറത്തേക്ക് കടത്തി വിടില്ല. ആ ഉള്ളിലെ ചൂട് വണ്ടിയിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. പിന്നൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് ഒരു പ്രത്യേക സ്പേസ് വേണം. അപ്പോൾ ഞാൻ ഇവിടെയാണ് ഇത് എടുത്തു വയ്ക്കാൻ തീരുമാനിച്ചേക്കണത്. അപ്പോൾ ഇത് ഇവിടേക്ക് എടുത്തു വെച്ചാലുള്ള പ്രശ്നം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ കിച്ചൺ എങ്ങാനും തുറക്കണ സമയത്ത് നമുക്ക് ഇത് താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിലത്തെ ഡിക്കി തുറക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് തുറന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ വച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ ഇത് സേഫായിട്ട് അവിടെ ഇരുന്നോളും. നമ്മളിവിടെ കിടക്കുന്ന സമയത്ത് ഇത് നമുക്ക് ഇവിടെ നിന്നെടുത്ത് ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വിൻഡോസിൻ്റെ ഷെയ്ഡറിൻ്റെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് ബെഡ് നമുക്ക് ചെയ്യാനുണ്ട്. ബെഡിൻ്റെ കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക്സ്.